നമസ്കാരം. എല്ലാ മലയാളി വാർത്ത ഇൻസൈഡ് പ്രേക്ഷകർക്കും പൊന്നോണ ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ വാർത്തകൾ പരിശോധിക്കാം. മഴയാണ്, ഇന്ന് പൊന്നോണമാണ്. എല്ലാവരും ഓണ ആഘോഷത്തിന് തിരക്കിലായിരിക്കും. എന്തായാലും വാർത്തകൾ കാണാതെ പോകരുത്. വാർത്തകളുണ്ട് നിരവധി. ഇന്ന് മലയാളി വാർത്ത ഇൻസൈഡ് അപ്ഡേറ്റഡ് തന്നെ ആയിരിക്കും. വാർത്തകൾ നിങ്ങൾക്ക് വേണ്ടി മലയാളി വാർത്തയിലെ ഓരോ പ്രേക്ഷകന് വേണ്ടിയിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയാമോ? സതീശനും പിണറായിക്കും ശക്തമായ നിലപാടുണ്ട്. എന്നാൽ നിലപാട് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഇരുവർക്കും വ്യത്യസ്തമായ രീതികളാണ് ഉള്ളത്. ഇതിൽ ആരുടെ രീതിയാണ് നല്ലതെന്ന് 100 ദിവസം കൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. അതാണ് സതീശനെ ഇഷ്ടപ്പെടാനും പിണറായിയെ ഇപ്പോഴും വെറുക്കാനുമുള്ള കാരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ സൂപ്പർബ് ആയ ആ തീരുമാനം എടുത്തത്. അതിനായി ഭരണത്തിലേറിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി കളം നിർമ്മിച്ചു കഴിഞ്ഞു. സേവ് യൂണിവേഴ്സിറ്റി ഫോറം കൺവീനർ RS ശശികുമാറിനെ ഭരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ സർക്കാർ നോമിനിയായി നിയമിക്കാനുള്ള കാരണം ഇതാണ്. RS ശശികുമാറിന് കേരള ഗവർണറുമായി അടുത്ത സൗഹൃദമുണ്ട്. ഇനിയാണ് കളി. ഗവർണറെ സ്നേഹിച്ച് സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കും. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളെയും ഒരുമിപ്പിക്കുന്ന തരത്തിൽ ഏകീകൃത സർവകലാശാല ബില്ല് തയ്യാറാക്കാൻ സർക്കാർ നടപടി തുടങ്ങിയതിനും ശശികുമാറുമായി ഒരു ബന്ധമുണ്ട്. LDF സർക്കാർ പാസാക്കിയ ഏകീകൃത സർവകലാശാല നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണുള്ളത്. ഇത് മടക്കി വാങ്ങി പുതിയ ബില്ല് തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങി. ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സ്വഭാവത്തിലും പ്രവർത്തനത്തിലും വൈവിധ്യമുള്ളതിനാൽ എല്ലാ സർവകലാശാലകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ വൈസ് ചാൻസലർ നിയമനം, അക്കാദമിക് കലണ്ടർ, സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എണ്ണം തുടങ്ങിയവ ഏകീകരിക്കുകയും ചെയ്യും. VCയെ നിയമിക്കുന്ന ചുമതല ഗവർണറിൽ തന്നെ നിലനിർത്താനാണ് സർക്കാരിന്റെ തീരുമാനം. LDF സർക്കാർ പാസാക്കിയ ബില്ലിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറച്ചിരുന്നു. ഇതോടെയാണ് ബില്ല് ഒപ്പിടാതെ ലോക്ഭവൻ രാഷ്ട്രപതിയെ അയച്ചത്. ലോക്ഭവനുമായി ഏറ്റുമുട്ടൽ സൃഷ്ടിച്ചാൽ അത് അക്കാദമിക് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക സതീശൻ സർക്കാരിനുണ്ട്. LDF സർക്കാരിന്റെ കാലത്തുണ്ടായ തർക്കം VC നിയമനങ്ങളെ ബാധിച്ചിരുന്നു. ഇതോടെ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ അടക്കം പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ VC നിയമന സമിതിയിൽ സർക്കാരിന്റെ സ്വാധീനം ഉറപ്പിക്കാൻ സെനറ്റിന്റെ പ്രതിനിധിക്ക് പകരം സെനറ്റിലെ സിൻഡിക്കേറ്റ് പ്രതിനിധി എല്ലാ സർവകലാശാലകൾക്കും ബാധകമാകും. ഇതുവഴി സെനറ്റിലെ ഇടത്താധിപത്യത്തെയും സർക്കാരിന് മറികടക്കാൻ കഴിയും. ശക്തനായ സിൻഡിക്കേറ്റ് അംഗം നിലവിൽ RS ശശികുമാറാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനത്തിൽ ഗവർണറെ അന്വയിപ്പിച്ച് സർക്കാരിന് ഒപ്പം കൊണ്ടുവരാൻ കഴിയുമെന്ന് വി ഡി സതീശൻ വിശ്വസിക്കുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് ശശികുമാറിന്റെ സഹായത്തോടെയാണ് ഗവർണർമാർ സർക്കാരിന് ഇടങ്കോലിട്ടത്. സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി പോരടിച്ച് സംസ്ഥാന സർക്കാരിന് പുതിയ UGC മാർഗരേഖ വന്നതോടുകൂടി വൈസ് ചാൻസലർ നിയമനങ്ങളിൽ വഴിയടഞ്ഞിരിക്കുകയാണ്. VC നിയമനത്തിൽ ബാഹ്യ ഇടപെടൽ പാടില്ലെന്നും ചാൻസലറാണ് നിയമന അധികാരിയെന്നും കണ്ണൂർ സർവകലാശാല കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് സാധൂകരിക്കുന്ന തരത്തിലാണ് പുതിയ UGC മാർഗരേഖ. ഇതോടെ VC നിയമനങ്ങളെ ചൊല്ലി 3 വർഷമായുള്ള ഗവർണർ സർക്കാർ തർക്കത്തിന് തിരശീല വീഴു. എന്നിട്ടും പിണറായി ഗവർണറെ വിട്ടില്ല. ഏതായാലും ഗവർണറുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ വി ഡി സതീശൻ തയ്യാറല്ല. സമവായമാണ് അദ്ദേഹത്തിന്റെ വഴി. ആരോഗ്യ സർവകലാശാല ഒഴികെ സംസ്ഥാനത്തെ മറ്റൊരു സർവകലാശാലയിലും സ്ഥിരം VC ഇല്ലാത്ത ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ വീറോടെ സർക്കാരുമായി പോരടിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിക്കയിടത്തും സ്വന്തം നിലപാടിൽ താൽക്കാലിക VCമാരെ നിയമിച്ചു. സർക്കാരുമായുള്ള തർക്കത്തിനു പുറമെ CPM ആധിപത്യമുള്ള സിൻഡിക്കേറ്റുകൾ കോടതി കയറിയതോടുകൂടി സ്ഥിരം VCയെ നിയമിക്കാൻ ഗവർണർ കഴിഞ്ഞില്ല. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി വേണമെന്ന് മാത്രമേ 2018 മാർഗരേഖയിൽ പറയുന്നുള്ളൂവെന്ന വാദമുയർത്തിയാണ് പിണറായി സർക്കാരും സർവകലാശാലകളും ഗവർണറെ എതിർത്തത്. സെർച്ച് കമ്മിറ്റി ചാൻസലർ രൂപവൽക്കരിക്കണമെന്ന് UGC വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും തടസ്സവാദമുയർത്തി. ഈ 2 കാര്യങ്ങളിലും വ്യത്യസ്ത വരുത്തി ചാൻസലറെ സർവാധികാരിയാക്കിയാണ് പുതിയ മാർഗരേഖ UGC ഇറക്കിയത്. അത് പിണറായിക്കുള്ള തല്ലായിരുന്നു. സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കേണ്ടത് ചാൻസലർ ആണെന്നും മാത്രമല്ല ചാൻസലർ നിർദ്ദേശിക്കുന്നയാൾ ഈ സമിതിയിൽ അധ്യക്ഷത വഹിക്കണമെന്നും മാർഗരേഖ വ്യവസ്ഥ ചെയ്യുന്നു. ഫലത്തിൽ 3-ൽ 2 പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിൽ കേന്ദ്രത്തിന് മേൽക്കൈ ലഭിക്കും. അതത് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രതിനിധികളിൽ ആരെങ്കിലും ഒരാളെ ഉൾപ്പെടുത്താമെന്നും മാത്രമാണ് സംസ്ഥാനത്തിനുള്ള ഏക അധികാരം. ഈ അധികാരം ഉപയോഗിച്ചാണ് RS ശശികുമാർ കളം നിറയ്ക്കാൻ പോകുന്നത്.
ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റിയും VC നിയമനങ്ങളിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന നിലയിലും നിയമനിർമ്മാണത്തിന് ഒരുങ്ങിയെങ്കിലും ബില്ലുകൾ രാഷ്ട്രപതി തള്ളിയതോടുകൂടി കേരളത്തിന്റെ വഴി നേരത്തെ അടഞ്ഞിരുന്നു. പിന്നെ നിയമന നടപടിയായിരുന്നു കേരളത്തിന്റെ മുന്നിലെ ഏക വഴി. പുതിയ UGC മാർഗരേഖയോടെ ആ വാതിലും അടഞ്ഞിരുന്നു. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ UGC പുറത്തിറക്കി. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലർ നിർദ്ദേശിക്കും. രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും. സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം. സർവകലാശാല VC നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം UGC ഇറക്കിയത്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ്. ഇതിന് വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാക്കും. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് 5 പേരുകൾ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം. 5 വർഷത്തേക്കോ 70 വയസ്സ് തികയുന്നത് വരെയോ ആണ് നിയമനം. പുനർനിയമനത്തിനും ഈ മാനദണ്ഡങ്ങൾ ബാധകമാണ്. ലംഘിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ UGCയുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലെ സമവായ ചർച്ചകൾക്ക് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ R വെങ്കിടരമണി വ്യക്തത വരുത്തിയിരുന്നു. ചർച്ചകൾക്കായി മുൻ മുഖ്യമന്ത്രിയെ വിളിച്ചത് ചാൻസലറാണെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. ചാൻസലറായ ഗവർണർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രി തന്നെ വന്നു കാണുകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. വസ്തുതാവിരുദ്ധമാണ് എന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ചാൻസലറുടെ സത്യവാങ്മൂലത്തിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും കോടതിയുടെ അനുമതി തേടിയിരുന്നു. ഗവർണറുടെ സത്യവാങ്മൂലം ഫയലിൽ സ്വീകരിക്കുന്നതും സർക്കാർ ആവശ്യപ്പെട്ടു. VC നിയമനത്തിൽ സമവായം ഉണ്ടായതിനാൽ മറ്റു കാര്യങ്ങളിലൊന്നും ഇനി പ്രസക്തിയില്ല എന്ന് ജസ്റ്റിസുമാരായ JB പാർട്ടിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി, അഭിഭാഷക മീന K പൗലോസ് എന്നിവർ ഹാജരായി. സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെയും വൈസ് ചാൻസലർമാരായി നിയമിക്കാനുള്ള തീരുമാനത്തോടെ യോജിക്കുന്നതായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. യോഗ്യരായവരെയാണ് VCമാരായി നിയമിച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ ആകണമായിരുന്നു നിയമന ഉത്തരവ് പുറത്തിറക്കേണ്ടിയിരുന്നത് എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാതെ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ഭാവി കണക്കിലെടുത്താണ് തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത്. രാജ്യത്തിന്റെ ഭാവി കണക്കിലെടുത്ത് ഗവർണറും മുഖ്യമന്ത്രിയും ഭാവിയിൽ ചർച്ചകൾ നടത്തണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു.